ബി.ജെ.പി. ജനപ്രതിനിധികളെ നേരിൽ കണ്ട് സംവദിച്ച് അവർക്കൊപ്പം സമയം ചിലവിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി സ്വന്തം പാർട്ടിയിലെ തദ്ദേശ ഭരണാധികാരികളെ ഇങ്ങനെ നേരിൽ കാണുന്നത് ബി.ജെ.പിക്ക് മാത്രം സ്വന്തമാവുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ 1 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയാണ് നടത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയത്തിന്റെ ആ പ്രാധാന്യത്തിൽ ഊന്നിയായിരുന്നു സംഘത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചത്. ബി.ജെ.പി. ജനപ്രതിനിധി സംഘത്തിന് അദ്ദേഹം ചില നിർദ്ദേശങ്ങളടക്കം മുന്നോട്ട് വെച്ചു. ജനവിശ്വാസം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകണമെന്നും തിരുവനന്തപുരത്തെ വിജയത്തെ ചെറുതായി തന്നെ കാണുന്നില്ല എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാകണമെന്നാണ് മോദി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദില്ലി ലോക് കല്യാൺ മാർഗിലെ വസതിയിലായിരുന്നു മോദിയും സംഘവും കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും സംഘവും അവിടെ കണ്ടു. ഈ നേട്ടത്തിന്റെ ഊർജം തിരഞ്ഞെടുപ്പിൽ അത് വോട്ടാക്കി മാറ്റണമെന്നും ഗുജറാത്തിലെ രാഷ്ട്രീയ അനുഭവം വിവരിച്ച മോദിയാകട്ടെ അംഗങ്ങളുടെ സംശയങ്ങൾക്ക് ഉൾപ്പെടെ തന്നെ മറുപടി നൽകുകയും ചെയ്തു. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, അതേപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി VL സന്തോഷ്, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എല്ലാവരും തന്നെ ഇവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അതേസമയം രാവിലെ നഗരവികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ സംഘത്തിന് 1 മണിക്കൂർ ക്ലാസ് എടുക്കുകയും ചെയ്തു. ഉച്ചയ്ക്കാകട്ടെ പാർലമെന്റ് സന്ദർശിച്ച സംഘം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെയും കണ്ടു. നാളെയാകട്ടെ രാഷ്ട്രപതി ഭവൻ സന്ദർശിക്കുന്ന സംഘം ദില്ലി മുഖ്യമന്ത്രിയായ രേഖ ഗുപ്തയെയും കണ്ട ശേഷം നാട്ടിലേക്ക് മടങ്ങും. 3 ദിവസം നീണ്ടുനിന്ന അല്ലെങ്കിൽ ഈ ഒരു 3 ദിവസം നീളുന്ന ദില്ലി പ്രവാസ ശില്പശാലയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അന്തിമ രൂപരേഖ കൂടിയാണ് തയ്യാറാകുന്നത്. അതേസമയം ഇന്ന് തന്നെ കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പി. പ്രതിനിധികൾ പാർലമെന്റ് സന്ദർശിക്കുകയും ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, സ്പീക്കർ ഓം ബിർള, വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഉൾപ്പെടെയുള്ള മുതിർന്ന കേന്ദ്രമന്ത്രിമാരെയും സംഘം അവിടെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം ഭരണ നൈപുണ്യ ശിബിരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും എത്തിയ ജനപ്രതിനിധികൾ ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള പരിപാടിയിൽ പങ്കെടുത്തത്. അതായത് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ തന്നെയാണ് VV രാജേഷ് അടങ്ങുന്ന സംഘം രാജ്യ തലസ്ഥാനത്തേക്ക് എത്തിയത്. അതേപോലെ തന്നെ ഡൽഹി ബി.ജെ.പി. അധ്യക്ഷൻ വീരേന്ദ്ര സ്വച്ഛദേവയുടെ നേതൃത്വത്തിൽ എത്തിയ മുതിർന്ന നേതാക്കളാണ് സംഘത്തെ സ്വീകരിച്ചത്. ഇന്നലെ രാത്രി കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിലായിരുന്നു സംഘത്തിന് അത്താഴ വിരുന്ന് നൽകിയത്. എല്ലാ ജനപ്രതിനിധികളെയും അവിടെ വ്യക്തിപരമായി തന്നെ പരിചയപ്പെട്ട അദ്ദേഹം എല്ലാവർക്കും ഉപഹാരം നൽകുകയും ചെയ്തു. ഡൽഹി ബി.ജെ.പി. ദേശീയ ആസ്ഥാനത്തും സംഘം സന്ദർശനം നടത്തി. കേന്ദ്ര നഗര വികസന മന്ത്രിയായ മനോഹർ ലാൽ ഖട്ടാറുമായി തന്നെ പ്രത്യേക ചർച്ചകൾ നടത്തി. അതേപോലെ തന്നെ വൈകുന്നേരത്തോടു കൂടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. തിരുവനന്തപുരത്ത് ബി.ജെ.പി. നേടിയ വിജയം രാജ്യ തലസ്ഥാനം ഏറ്റെടുക്കുകയാണ്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ രാജ ഇക്ബാൽ സിംഗ് ആകട്ടെ VV രാജേഷിനെയും സംഘത്തെയും അനുമോദിക്കുകയും ചെയ്തു. പാർട്ടി ദേശീയ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രഭാരിയുമായുള്ള വിനോദ് താവഡെ, പാർട്ടി സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവേദ്കർ എന്നിവരെയും ഇവിടെ ഈ ഒരു പരിപാടിയിൽ തന്നെ സന്നിഹിതരായിരുന്നു. മാത്രമല്ല വിവിധ രീതിയിലേക്കുള്ള ബി.ജെ.പിക്ക് കരുത്തു പകരുന്ന രീതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ജനപ്രതിനിധികളുമായി തന്നെ അവിടെ സംവദിച്ചത് എന്നതാണ് മറ്റൊരു വസ്തുതയായി എടുത്തു പറയേണ്ട കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.